ഇപ്പോൾ തിയേറ്ററിൽ മികച്ച അഭിപ്രായമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഈ സിനിമയെക്കുറിച്ച് നിരവധി റിവ്യൂസ് നമ്മൾ കാണുന്നുണ്ട്. കൂടാതെ സിനിമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം സിനിമയുടെ തീം തന്നെയാണ്. വിവാഹിതനായ നിരപരാധിയായ ഒരു പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് ഈ സിനിമ. ഒരുപാട് സ്ത്രീപക്ഷ സിനിമകൾ ഈ അടുത്ത കാലത്ത് റിലീസായിട്ടുണ്ട്. എന്നാൽ ഒരു പുരുഷന്റെ മനസ്സിലെ ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന സിനിമകൾ അധികം നമ്മൾ കണ്ടിട്ടില്ല. ആഭ്യന്തര കുറ്റവാളി അത്തരത്തിലൊരു സിനിമയാണ്. ആഭ്യന്തര കുറ്റവാളി കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് 20 വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമയാണ്. ധനുഷ് നായകനായ ദേവതയെ കണ്ടേ. ആഭ്യന്തര കുറ്റവാളിയിൽ ഒരു ഭർത്താവ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പറയുന്നതെങ്കിൽ ദേവതയെ കണ്ടയിലെ ഒരു കാമുകിൻ്റെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ബാബു എന്ന അനാഥനായ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ നഗരത്തിൽ കോളേജിൽ പഠിക്കുന്ന ഒരു വലിയൊരു പണക്കാരൻ്റെ മകളെ പ്രേമിക്കുന്നു. സ്വന്തമായിട്ട് വീടൊന്നുമില്ലാത്ത സൈക്കിളിൽ ചായ വിറ്റ് നടക്കുന്ന ഒരു പാവം ചെറുപ്പക്കാരനാണ് ഈ ബാബു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉമ എന്ന നായിക, നമ്മുടെ നായിക കഥാപാത്രം, അവനെ പ്രേമിക്കുന്നത്. എന്നാൽ ധനികനായ ഒരു ഡോക്ടറിൻ്റെ വരവോടെ നമ്മുടെ നായകനോടുള്ള പ്രണയമൊക്കെ മാറി നമ്മുടെ നായിക ആ ഡോക്ടറെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. പിന്നെ മിക്ക സിനിമകളെയും പോലെ നിരാശനായി മദ്യപിച്ച് ഇങ്ങനെ നമ്മുടെ നായകൻ കുറേ നടക്കും. എന്നാൽ കഥ പതിയെ ട്രാക്ക് മാറും. തന്നെ വഞ്ചിച്ച കാമുകിക്കെതിരെ കാമുകൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. അങ്ങനെ ഈ കേസ് ആ നാട് മുഴുവനും ചർച്ച ചെയ്യും. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും നീതി വേണം എന്ന രീതിയിൽ നായകൻ കോടതിയിൽ ഫൈറ്റ് ചെയ്യുന്നതൊക്കെയാണ് പിന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവസാനം എന്ത് സംഭവിക്കുന്നുള്ളത് ഞാൻ സസ്പെൻസ് പറയുന്നില്ല, അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ ആസ്വദിക്കുക. ആഭ്യന്തര കുറ്റവാളി പോലെ ഈ സിനിമയിലും അവസാനം കുറേ കോടതി രംഗങ്ങളുണ്ട്. ഒരുപാട് കയ്യടി കിട്ടിയ സീൻസ് ആയിരുന്നു അതൊക്കെ. ആഭ്യന്തര കുറ്റവാളിയിൽ ജഗദീഷായിരുന്നു വക്കീലായിട്ട് വന്നതെങ്കിൽ ഇതിൽ നാസറിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. നാസറിൻ്റെ പല ഡയലോഗുകൾക്കും അന്ന് ഒരുപാട് കയ്യടിയായിരുന്നു. ഈ സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ചത് ശ്രീദേവി വിജയകുമാറാണ്. അവരുടെ അവസാനത്തെ തമിഴ് സിനിമയായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അതിനുശേഷം അവർ വേറെ തമിഴ് സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. അതുപോലെ ഇതിൽ നായികയുടെ അച്ഛനായിട്ട് അഭിനയിച്ചത് രാജീവ് എന്ന നടനാണ്. നമ്മുടെ മലയാളികൾക്ക് ഇദ്ദേഹത്തെ കൂടുതൽ അറിയുന്നത് FIRലെ ഷെട്ടി എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുള്ള, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടൻ തന്നെയാണ്. ദേവത കണ്ടൈൻ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിലെ പാട്ടുകളെക്കുറിച്ച് പറയണം. ദേവയായിരുന്നു അതിൻ്റെ സംഗീത സംവിധാനം. അതിലെല്ലാ പാട്ടുകളും അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഇന്നും നമ്മളെല്ലാം യൂട്യൂബിലൊക്കെ റിപ്പീറ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. ഇതിൻ്റെ സംവിധായകൻ ഭൂപതി പാണ്ഡ്യൻ. ഇദ്ദേഹം ശരിക്കും ധനുഷിൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ട്, അതായത് ധനുഷിൻ്റെ തുള്ളുവത ഇളമ എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമയായിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. ധനുഷ് അതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറേ സിനിമകളൊക്കെ ചെയ്ത് അവസാനം എനിക്ക് തോന്നുന്നു 6-7 സിനിമകൾക്ക് ശേഷമാണ് 2005 പൊങ്കലിനാണ് ദേവത കണ്ടൈൻ തിയേറ്ററിൽ എത്തുന്നത്. അന്ന് ശരിക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ആളുകളുടെ ഇടയിൽ ചർച്ചയായെങ്കിലും ഈ സിനിമ അന്ന് അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നായില്ല. കാരണം അതിൻ്റെ ഒപ്പം ഇറങ്ങിയത് നമ്മുടെ ദളപതി വിജയുടെ തിരുപ്പാച്ചി, ശരത് കുമാറിൻ്റെ അയ്യ, ഇങ്ങനെ കുറച്ച് സിനിമകൾ കൂടി ഉണ്ടായിരുന്നുകൊണ്ട് അത് അങ്ങനെ വലിയൊരു സൂപ്പർ ഹിറ്റുകളിലേക്ക് പോയില്ല. പക്ഷേ പിന്നീട് ടി വിയിലും ഒക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ട് ആളുകൾ ഇപ്പോൾ ആ സിനിമയെക്കുറിച്ച് കുറേ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഭ്യന്തര കുറ്റവാളി കാണാത്തവർ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണാം. ദേവത കണ്ടൈൻ കാണാത്തവർ സിനിമ യൂട്യൂബിലുണ്ട്, ഒരുപാട് OTT പ്ലാറ്റ്ഫോംസിലുണ്ട്. അപ്പോൾ 2 സിനിമകളും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പുതിയ അറിവുകളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുക. പുതിയ ചില സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.